നിയുക്ത LDF കൺവീനർ, താൽക്കാലിക LDF കൺവീനർ ഇപ്പോൾ TP രാമകൃഷ്ണൻ, മുൻ തൊഴിൽ മന്ത്രി, കഴിഞ്ഞ പിണറായി സർക്കാരിലെ തൊഴിൽ മന്ത്രിയായിരുന്ന TP രാമകൃഷ്ണനാണ് പുതിയ LDF കൺവീനർ. അദ്ദേഹം കോഴിക്കോട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പ്രതികരിക്കും. ആ പ്രതികരണത്തിലേക്ക്. പുതിയ സ്ഥാനം പാർട്ടി ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ രാവിലെ മുതൽ AKG സെൻറ്ററിൽ ചേർന്നിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 മണി വരെ നടന്ന യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 2 മണിക്ക് യോഗം അവസാനിച്ചിട്ടില്ല. വീണ്ടും യോഗം ചേരുന്നതിന് തീരുമാനിച്ചാണ് പിരിഞ്ഞത്. ആ പിരിയുന്ന ആ സമയത്തിനിടയിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ആകണം എന്ന തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ അവിടെ നിന്ന് പോരാൻ കാരണം ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. സാധാരണ നിലയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ചുമതല. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററും എല്ലാമായിരുന്ന ഞങ്ങളുടെ പഴയകാല നേതാക്കളിൽ ഒരാളായ സഖാവ് ദക്ഷിണാമൂർത്തിയുടെ 8ാമത് ചരമവാർഷിക ദിനമാണ്. സാധാരണ നിലയിൽ ആ ദിനാചരണ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെ എല്ലാം ഒരു രാഷ്ട്രീയ ഗുരുസ്ഥാനത്തുള്ള ആളാണ് ദക്ഷിണാമൂർത്തി മാഷ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ചരമദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. രാവിലെ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു, അനുസ്മരണ മീറ്റിംഗ് നടന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം. അപ്പം മിക്കവാറും ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ഉച്ചയ്ക്ക് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടി തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതുവരെയും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഞാൻ 1968 പാർട്ടി അംഗമായതാണ്. 1968 പാർട്ടി അംഗമായതിനു ശേഷം ഇത്രയും ഈ നീണ്ട കാലയളവിൽ പാർട്ടി തീരുമാനം അനുസരിച്ച് വിവിധ ചുമതലകൾ ഏറ്റെടുക്കാൻ ഞാൻ നിർബന്ധിതമായിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ, ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തല്ല പാർട്ടി പ്രവർത്തനത്തിൽ എനിക്ക് കേന്ദ്രീകരിക്കേണ്ടി വന്നത്. പാർട്ടി തീരുമാനപ്രകാരം തീരുമാനിച്ച പ്രദേശങ്ങളിലെല്ലാം പോയി ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഓരോ ചുമതലയും ഏറ്റെടുത്തത്. അപ്പോൾ ഏത് ചുമതല പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ തീരുമാനം നടപ്പിലാക്കുക, സാധ്യതയ്ക്കനുസരിച്ച് കഴിവിനൊത്ത് നടപ്പിലാക്കുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച് പരിഹരിക്കുക. ഇത്തരമൊരു സമീപനം എടുത്തുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും പുതിയ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനത്തെയും ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സമീപിക്കുന്നത്. സാധാരണ ഒരു സാഹചര്യം ഉണ്ടല്ലോ, കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ പാർട്ടി നേതാവിനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അല്ല, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി പറയുന്നത് ശരിയല്ല. അത്തരം കാര്യങ്ങൾ എന്താണ് സാഹചര്യം, എന്താണ് പ്രശ്നം എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത് വിശദീകരിക്കും. അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അത് മനസ്സിലാക്കി നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പാർട്ടി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരം ഉണ്ടായോ? അല്ല, അത് എനിക്ക് ചോദ്യം മനസ്സിലായില്ല. അല്ല, പാർട്ടി നേതൃത്വം ഈ ചുമതല ഏറ്റെടുക്കുന്നത് ഇല്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിഷയമില്ല. പാർട്ടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കില്ല. ഓരോരുത്തർക്കും എടുക്കുന്ന ചുമതല അയാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് അങ്ങനെയല്ല എടുക്കുക. അങ്ങനെ ആലോചിക്കുന്നതിലും തെറ്റൊന്നുമില്ല, സംസാരിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ സാധാരണ നിലയിൽ പാർട്ടിയിൽ എടുക്കുക, പാർട്ടി തീരുമാനം അറിയിക്കുക, ആ തീരുമാനം നടപ്പിലാക്കുക. ഇത്തരമൊരു നിലപാടാണ് പൊതുവെ നമ്മൾ സ്വീകരിച്ചു വരുന്നത്. ആളെ സമ്മതം വാങ്ങിയിട്ട് ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതൊന്നും സാധാരണ നിലയിൽ പാർട്ടിയിൽ സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല. ഈ നിർണായകമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടി, പുതിയ രാഷ്ട്രീയ സാഹചര്യം, 2ാം തുടർ ഭരണത്തിന്റെ സാഹചര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇതിനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്? അല്ല, അതെല്ലാം വരട്ടെ, വരുന്നതിനനുസരിച്ച് നമുക്ക് ആലോചിക്കാം. ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു മാൻഡേറ്റ് ഉണ്ട്. ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള CPM-ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും അർപ്പിച്ച വിശ്വാസമുണ്ട്.
ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് അഭിപ്രായം, ആ അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. 1957 മുതൽ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ EMS ഭരണം മുതൽ ജനങ്ങളുടെ ജീവിതത്തിൽ സാരമായ മാറ്റമുണ്ടാക്കാനുള്ള നാനാ പദ്ധതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ആ അടിസ്ഥാന ധാരണയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴും ആ നിലപാട് തുടരുകയാണ് പാർട്ടി. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു തരത്തിലും ഞങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇത് മാത്രമല്ല, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഞങ്ങൾ എന്തെങ്കിലും തിരുത്തേണ്ടതെങ്കിൽ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തലിന് വിധേയമായി മുന്നോട്ട് പോവുക എന്നുള്ള സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ചുകൂടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായി ഈ നിലപാട് ഞങ്ങൾ എടുത്തു മുമ്പോട്ട് പോവുകയാണ്. അത്തരം ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നോ BJPയുമായുള്ള ഒരു ബന്ധമോ അതുപോലുള്ള സംഗതികളോ ഒന്നും ഇതിൻ്റെ അകത്തില്ല. എന്തടിസ്ഥാനത്തിലാണ് പറയുക? ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും വർഗീയതയ്ക്കെതിരായി ശക്തമായ നിലപാടെടുത്ത് നിരവധി വില കൊടുത്തവരാണ് CPIM. അത് പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിക്കോ പ്രതിപക്ഷ നേതാവിനോ അത്തരം ഒരു അവകാശം ഉന്നയിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ ജനങ്ങളുടെയുള്ള സൗഹൃദം പുറത്തുകാരാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ സൗഹൃദത്തെ തകർക്കുന്നതാണ് വർഗീയത. ആ വർഗീയതയുമായി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഒരു സന്ധിയുമില്ലാതെ ഉറച്ച നിലപാടെടുത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയുള്ളൊരു പാർട്ടിയെ ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവരാൻ ആര് ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തും വർഗീയതയുമായുള്ള പ്രശ്നത്തിൽ വ്യക്തമായ ധാരണയുണ്ട്. ആ ധാരണ വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു മാറ്റം എന്നുള്ള വിവാദം എന്ന് പറയുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കല്ലേ? കേരളത്തിൽ അങ്ങനെ എന്തെല്ലാം വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങളൊന്നും നമ്മൾ അടിസ്ഥാനമാകില്ല. അതാണ് പറഞ്ഞത്. അത് എന്താണ് ഈ മാറ്റത്തിന് കാരണം എന്നുള്ളത് ഞാനല്ല പറയുന്നത്. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തീർച്ചയായിട്ടും ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണ പോലെ പത്രക്കാർ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടെങ്കിൽ പാർട്ടി പത്രങ്ങൾക്ക് വിശദീകരണം. അതല്ലാതെ ഞാൻ വ്യക്തിപരമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല.